ശ്ലോകം 10. ഭക്തസ്ത്വയി സ്ഥിരതര സഹി ഗാന്ധിനേയ. ഹേ ഭഗവൻ, ഈ അക്രൂരൻ എങ്ങനെയുള്ള ആളാണ്? ഭക്തസ്ത്വയി, അങ്ങയിൽ എന്തൊന്നില്ലാത്ത ഭക്തിയുള്ള ആളാണ്. സ്ഥിരതരഹ, ആ തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ ഉറച്ചിട്ടുള്ളതാണ്. ആ ഗാന്ധിനേയൻ, ആ അക്രൂരൻ, ഭക്തയായ ഗാന്ധിനിയുടെ പുത്രനായ അക്രൂരൻ, തസ്യൈവ, അവന് തന്നെ കാപഥമതി, ഈ ചീത്ത ബുദ്ധി, ദുർബുദ്ധി, കഥമീശജാത, അതായത് ശതന്വാവിനെ കൊണ്ട് സത്രാജിത്തിനെ കൊന്നിട്ട് രത്നം എടുക്കാൻ, അതാണ് ആ ദുർബുദ്ധി. എങ്ങനെയാണ് ഈ അക്രൂരന് ഉണ്ടായത്? തസ്യൈവ കാപഥമതി കഥമീശജാത, ഈ വിധത്തിലുള്ള ഒരു കുബുദ്ധി, ഒരു ദുർബുദ്ധി എങ്ങനെയുണ്ടായി? ഈശ കഥം ജാത, എങ്ങനെയുണ്ടായി? പറയൂ. അങ്ങനെ എല്ലാം ചെയ്യിക്കുന്നത്. അപ്പം മേൽപ്പത്തൂരിൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. വിജ്ഞാനവാൻ പ്രശമവാൻ അഹം, ഞാൻ ജ്ഞാനിയാണ്. പ്രശമവാൻ, എന്തെന്നില്ലാത്ത സമാധാനമുള്ളവനാണ്. ഇതി ഉദീർണം ഗർവം, ഇങ്ങനെ അക്രൂരന് ഒരു അഹങ്കാരം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഉണ്ടായതായ ഉദീർണം, ഉണ്ടായത്, പുറപ്പെട്ടതായ ഉണ്ടായതായ ഗർവം, ഗർവത്തെ ശമയിതും, അതിനെ ശമിപ്പിക്കാൻ വേണ്ടി ഭവതാകൃതൈവ, അങ്ങയാൽ തന്നെ ചെയ്യപ്പെട്ടതാണ് എന്ന് മേൽപ്പത്തൂര് ഭവാനെ നോക്കി പറയുകയാണ്. ഭവാൻ വേറെ എവിടെയെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ആ സമയത്ത്. ഭവാൻ കണ്ണ് നോക്കിയില്ലെങ്കിൽ ധ്രുവം, തീർച്ച എന്ന് ഭട്ടപാത മുനി പറയുകയാണ്. എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതും ഭഗവത് പ്രേരണ കൊണ്ടാണ്, ഓർമ്മ വേണം. നല്ല കാര്യമാവട്ടെ ചീത്തക്കാര്യമാവട്ടെ, നമ്മൾ ചെയ്യുന്നത് ഭഗവത് പ്രേരണയാണ്. അയ്യോ, ഭഗവാൻ ചീത്തക്കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുമോ? ഭഗവാൻ പ്രേരിപ്പിക്കുന്നില്ല. നമ്മളിലുള്ള ഗുണം, എപ്പോൾ രജസ്തമോ ഗുണം നമ്മളിരിക്കുന്നുവോ നമ്മൾ ചീത്തക്കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, അത്രയേ. എന്നാൽ എപ്പോൾ സത്വഗുണം വർദ്ധിച്ചുവോ ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള കാപഥമതികളാവില്ല, ചീത്തക്കാര്യങ്ങളിലേക്ക് പോയില്ല. മനസ്സെപ്പോഴും ഭഗവാനിൽ തന്നെ നിൽക്കും. അപ്പം നാം ചെയ്യേണ്ടത് എന്താണ്? രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും കുറച്ച് നശിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ നശിപ്പിച്ച് സത്വഗുണത്തിനെയും വർദ്ധിപ്പിക്കുക. ചിന്മയാനന്ദ സ്വാമി പറഞ്ഞതായ ഫോർമുലയിലേക്ക് വരാൻ സാധിക്കണം. 85% സത്വഗുണം വേണമെന്നാണ് സ്വാമി പറയാറുള്ളത്. 10% രജോ ഗുണം കർമ്മം ചെയ്യാൻ വേണ്ടി, 5% തമോ ഗുണം ഉറക്കത്തിന് വേണ്ടി. ഇത് രജോ ഗുണം തന്നെ വർദ്ധിച്ചിരിക്കുമ്പോൾ ധനമുണ്ടാക്കണം, അതിൻ്റെ മാർഗം എന്താണെന്ന് പോലും ചിന്തിക്കാതെ കണ്ട്, അതാണ് കാപഥമതി. തെറ്റായ മാർഗത്തിൽ കുബുദ്ധികളായിത്തീരും നമ്മൾ. അപ്പോൾ ഈ അക്രൂരന് താൻ ജ്ഞാനിയാണ്, താൻ ശമഗുണാദികൾ നേടിയവനാണ് എന്നുള്ളതായ ആ ഗർവം, ആ അഹങ്കാരം ഉണ്ടല്ലോ, ആ അഹങ്കാരത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി അങ്ങ് തന്നെ ചെയ്തതാണ്. അങ്ങ് അക്രൂരനെ പ്രേരിപ്പിച്ച് ശതന്വാനെ കൊണ്ട് സത്രാജിത്തിനെ കൊല്ലിച്ചതാണ് എന്ന് ഭട്ടപാദമുനി എവിടേക്കോ നോക്കി നിൽക്കുന്നു. ശ്ലോകം 11. നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞതായ ആ കഥ ഒന്ന് ഒടുകൊണ്ട് പറയുന്നുണ്ട്. യാദം ഭയേന കൃതവർമ്മയുധം, ഈ അക്രൂരൻ എപ്പോൾ ഭഗവാൻ
തന്നെ ചോദ്യം ചെയ്യുമെന്ന് തോന്നിയോ കൃതവർമാവിനെയും കൂട്ടി രണ്ടുപേരും കൂടി പോവുകയാണ്. ഭയേന എന്തെന്നില്ലാത്ത ഭയത്തോടുകൂടി കാശി രാജ്യത്തേക്ക് പോയി. കാശി രാജ്യത്ത് നാം പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ചെയ്തു, അനേകം കൊല്ലങ്ങൾ ചെയ്തു. ഒടുവിൽ ഭഗവാൻ വിളിച്ചപ്പോഴാണ് ദ്വാരകയിലേക്ക് വന്നത്. പുനസ്തം ആഹൂയ, അങ്ങനെ അക്രൂരനെ വിളിച്ചു വരുത്തി. തദ്വിനിഹിതം മണിം പ്രകാശ്യ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ വച്ചിരുന്നതായ ആ രത്നത്തിനെ പ്രകാശിപ്പിച്ചിട്ട് എല്ലാവരും കാണാൻ രാജാവിന് കൊടുത്തിട്ട്, തത്രൈവ, അവിടെ തന്നെ അദ്ദേഹത്തിന് തന്നെ. അദ്ദേഹം എങ്ങനെയുള്ള ആൾ? സുവ്രതധരേ, നല്ല വ്രതത്തോടു കൂടിയവൻ. അതാണ് വ്രതശുദ്ധിയുള്ള ആൾ, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾ, സമൂഹത്തിനെ നന്നാക്കി എടുക്കണം എന്നുള്ള ചിന്തയുള്ള ആൾ, അതിനുവേണ്ടി താൻ വ്രതങ്ങളെ അനുഷ്ഠിക്കുന്നു. അതാണ് സുവ്രതധരേ. സമൂഹം നന്നാവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും വ്രതം അനുഷ്ഠിക്കണം. മഹാത്മാഗാന്ധി പല സ്ഥലത്തും അദ്ദേഹം എന്തെങ്കിലും ഗവൺമെൻറ്റിൽ നിന്ന് തെറ്റായ കാര്യങ്ങൾ വരികയാണെങ്കിൽ സത്യാഗ്രഹം നടത്തും, ഉടനെ നടത്തും. ഉപ്പ് സത്യാഗ്രഹം തൊട്ട് ധാരാളം അനേകം ആൾക്കാർ കൂടും. പക്ഷേ കൈ പൊന്തിച്ചു പോകരുത്. അതാണ് സുവ്രതധരൻ. സമൂഹത്തിന് വേണ്ടി ചെയ്യണം. അപ്പോൾ ആ പോലീസുകാർ നമ്മളെ തല്ലുകയാണെങ്കിൽ അത് അവരുടെ ജോലിയാണ്, നമ്മളെ തടുക്കുക എന്നുള്ളത്. അവരെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് പറഞ്ഞിട്ടാണ് അദ്ദേഹം സത്യാഗ്രഹത്തിന് പോവുക. ആരും കൈ പൊന്തിച്ചു പോകരുത്. അദ്ദേഹം തന്നെ, മഹാത്മാഗാന്ധി തന്നെ അത് സൗത്ത് ആഫ്രിക്കയിൽ നമുക്ക് കാണിച്ചു തന്നു. അവിടെയുള്ളതായ ഒരു കരിനിയമം. ആരൊക്കെ പുറത്തു നിന്ന് വന്നുവോ അവരൊക്കെ 25 പവൻ നികുതി അടയ്ക്കണം എന്നുള്ളത് വന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ആ നിയമക്കടലാസോട് എല്ലാവരോടും കൊണ്ടുവരാൻ പറഞ്ഞു. പോലീസിൻ്റെ അവിടെ മുമ്പിൽ വെച്ച് തന്നെ തീ കൂട്ടി. ആദ്യം തൻ്റെ കയ്യിലുള്ള കടലാസ് അവിടെ ഇട്ടു. ഒറ്റ അടിയാണ് പോലീസ്. മറ്റവരൊക്കെ പേടിച്ച് മാറി. ഓരോരുത്തരുടെയും കടലാസ് മേടിച്ച് താനിട്ടു. ഓരോ തവണയും ഈ മണികണ്ഠത്തിലേക്ക് അടി. ആ പോലീസുകാരനെ ഒന്നും ചെയ്തില്ല. ഇതാണ് സുവ്രതധരൻ. ഇതാണ് വ്രതാനുഷ്ഠാനം. അവർ മാറ്റി, ആ നിയമത്തിനെ മാറ്റി. അതുകൊണ്ട് മാത്രമാണ്, അതിങ്ങനെയുള്ള ആളായതുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇന്നിപ്പോൾ അല്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയൊക്കെ കണ്ടു നമ്മൾ. ഒന്ന് അലച്ചു നോക്കുക. തോക്കും പീരങ്കിയുള്ള അവരോട് കൈ പൊന്തിക്കാതെ കണ്ട് സ്വാതന്ത്ര്യം നമുക്ക് മേടിച്ചു തന്ന മഹാത്മാവ് അദ്ദേഹം ഉള്ളത് കൊണ്ടല്ല. വേറെ ആൾക്കാരുണ്ട്. ആൾക്കാർ ഇല്ലാതിരിക്കൂ. ഒരാൾ നയിക്കുന്നു, ബാക്കിയുള്ളവർ കൂടെ നിൽക്കുന്നു. ആര് മുന്നിൽ നിൽക്കുന്നു അയാളുടെ കാര്യമാണ് നമ്മൾ പറയുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഭഗവാൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളതായ ഭയം കൊണ്ട് ഭയേന കൃതവർമ്മയുധം, അക്രൂരൻ ഭക്തനാണെങ്കിലും ഭഗവാനെ ഭയപ്പെട്ട് കൃതവർമാവിനോടുകൂടി, അവർ രണ്ടുപേരാണ് സദനോനെ പ്രേരിപ്പിച്ചത്. അങ്ങനെ പോയി കാശി രാജ്യത്ത് വളരെ കൊല്ലങ്ങളിരുന്നു, നല്ല കാര്യങ്ങൾ ചെയ്തു. ആഹൂയ, അവിടുന്ന് വിളിച്ചു വരുത്തി. തദ്വിനിഹിതം മണിം പ്രകാശ്യ, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ രത്നത്തിനെ പ്രകാശിപ്പിച്ചിട്ട് കാണിച്ചു കൊടുത്തിട്ട്, തത്രൈവ സുവ്രതധരേ, ആ നല്ല വ്രതത്തോടു കൂടിയ
ആ അക്രൂരനിൽ തന്നെ വിനിതായ അതിൽ തന്നെ അങ്ങ് തന്നെ വെക്കണം, അങ്ങ് തന്നെ വെക്കണം. തുഷ്യൻ ഭഗവാൻ സന്തോഷിച്ചു. വൈകുന്നേരത്താണ് അറിയണത്. എന്നാൽ എൻ്റെ അച്ഛൻ്റെ രത്നം എന്നോട് ചോദിക്കേണ്ടതെന്ന് കൊടുത്തില്ലേ. അങ്ങനെ ദേഷ്യപ്പെട്ട ആ സത്യഭാമ ഭാമാകുചാന്തസേന അവളെ സമാധാനിപ്പിച്ചു. പവനേശ പായാഹ സ്ഥൂലാർത്ഥം. പവനൻ വായുദേവൻ, വായുദേവൻ്റെ അതെ വായുവിനാൽ നിർമ്മിക്കപ്പെട്ട പുരത്തിൻ്റെ ഈശൻ കുറച്ചൊക്കെ നമ്മൾ ചേർക്കണം, എന്നാലും പറ്റും. ഗുരുവായൂരപ്പൻ. അതുപോലെ പവനൻ നമ്മുടെ ഉള്ളിലുള്ള പ്രാണൻ, പ്രാണൻ്റെ പുരത്തിൻ്റെ ഈശൻ, ഈ ശരീരത്തിൻ്റെ ഈശൻ. സൂക്ഷ്മാർത്ഥം ആത്മാവ്. ഹേ ഗുരുവായൂരപ്പ, അങ്ങല്ലേ എല്ലാം ചെയ്യുന്നത്, അങ്ങല്ലേ എല്ലാ പ്രേരണയും നൽകുന്നത്, അങ്ങല്ലാതെ ഇവിടെ ഒന്നുമില്ല. വീണ്ടും വീണ്ടും ചിന്തിക്കുക. ഉപനിഷത്ത് വാക്കാണിത്. ഭഗവാനല്ലാതെ വേറെ ആരുമില്ല. സർവം ഖലിതം ബ്രഹ്മ. എല്ലാ ഭക്തജനങ്ങളും ഇത് കാണാപ്പാഠം പഠിക്കണം. സർവം ഖലിതം ബ്രഹ്മ. മിക്ക ഭക്തജനങ്ങൾക്കും കാണാപ്പാഠമാണെന്ന് എനിക്കറിയാം, എങ്കിലും വീണ്ടും വീണ്ടും പറയുന്നു. ഛാന്തോക്യ ഉപനിഷത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. സർവം ഖലിതം ബ്രഹ്മ, ഇതം സർവം ബ്രഹ്മ ഖലു. ഈ കാണുന്ന ജഗത്ത് മുഴുവൻ ബ്രഹ്മം തന്നെയാണല്ലോ. ഛാന്തോക്യ ഉപനിഷത്ത് എടുക്കുന്ന സമയത്ത് കുട്ടികൾക്കത് മനസ്സിലായില്ല. അപ്പോൾ അവർ സംശയത്തോടുകൂടി ആചാര്യസ്വാമികളുടെ മുഖത്ത് നോക്കി. അപ്പോൾ ആചാര്യസ്വാമികൾ അതിന് വ്യാഖ്യാനമാണ്. നേഹനാനാസ്തി കിഞ്ചന ഇഹ നാനാ കിഞ്ചന നാസ്തി. ഇവിടെ പലത് അല്പം പോലുമില്ല. പക്ഷെ അവർ വിട്ടില്ല. ഗുരു, ഈ മലയും ഈ പുഴയും പർവ്വതങ്ങളും വൃക്ഷങ്ങളും മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ ഒന്നുമില്ല എന്നോ? ഉണ്ണികളെ മനസ്സിലാക്കൂ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ബ്രഹ്മസത്യം ജഗന്മിഥ്യ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. അതൊന്നും ഇല്ല എന്നല്ല, ബ്രഹ്മം മാത്രമാണ് സത്യം, മൂന്ന് കാലത്തും നിലനിൽക്കുന്നത്. ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും നിലനിൽക്കുന്ന ബ്രഹ്മം മാത്രം. ഏതൊരു ജഗത്ത് നിങ്ങൾ കണ്ടനുഭവിക്കുന്നുവോ അത് മിഥ്യ, അതില്ലാത്തത്, അത് വിവർത്തമാണ്, ഉള്ളതുപോലെ തോന്നലാണ്. മരുഭൂമിയിലെ കാനൽ ജലം പോലെ. ഒന്നുകൂടി പറഞ്ഞുതരാം. ജീവോ ബ്രഹ്മൈവ നാപരഃ. നമ്മൾ ഓരോരുത്തരും ജീവന്മാർ, ആ ബ്രഹ്മം തന്നെയാണ് നമ്മൾ. ജീവഃ ബ്രഹ്മയേവ നാപരഃ. വേറെ ആരുമല്ല, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി കാണുന്നത് നമ്മളുടെ ഭ്രമം. ആ ഭ്രമത്തിനെ മാറ്റണം. മായയാണ് ഭ്രമം ഉണ്ടാക്കുന്നത്. മായയെ മാറ്റിയാൽ മാത്രമേ സാധ്യമാവൂ. ഭഗവാൻ മായയെ കൊണ്ടാണ് പലതുകൊണ്ടെന്ന് തോന്നിപ്പിക്കുന്നത്. ഭഗവത്ഗീതയിൽ 18-ാം അധ്യായത്തിൽ ഭഗവാൻ അത് വ്യക്തമായിട്ട് പറയുന്നു. ഈശ്വര സർവഭൂതാനാം ഹൃദയേശർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ. എല്ലാവരുടെയും ഹൃദയത്തിലിരുന്ന് നമ്മളെ ഒരു ജയൻ്റ് വീലിൽ കയറ്റിയ പോലെ തൻ്റെ മായ കൊണ്ടിട്ട് കറക്കുകയാണ്. നമുക്ക് തല തിരിയണം അല്ലേ? അടുത്ത വരി പറയുന്നത് നമ്മളെന്താ ചെയ്യുന്നത്? തമേവ ശരണം ഗച്ഛ. ആ ഈശ്വരനെ ശരണം പ്രാപിക്കൂ. എങ്ങനെ? സർവഭാവേന. ശരീരം കൊണ്ട്, വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്.
തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത് പ്രസാദാത് പരാം ശാന്തിം. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് പരമമായ ശാന്തി നേടാൻ സാധിക്കുന്നത്. അത് ജീവിച്ചിരിക്കുമ്പോൾ നേടണം. ശരീരം പോയിട്ടല്ല നേടേണ്ടത്, ജീവിച്ചിരിക്കുമ്പോൾ നേടണം. ഭഗവാൻ പലതും ചെയ്യിക്കുന്നു. അപ്പോൾ എന്താണ് സ്യമന്തകത്തിൻ്റെ തത്വം? അത് നല്ലവണ്ണം നമ്മൾ മനസ്സിലാക്കണം. തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചു, സത്രാജിത്ത് വളരെ കാലം തപസ് ചെയ്ത് നേടിയതാണ് രത്നം. അതുപോലെ ജീവന്മാരായ നമ്മൾ ഓരോരുത്തരും തപസ് ചെയ്യണം, ധ്യാനിക്കണം. ആ ധ്യാനത്തിലൂടെ അഷ്ടസിദ്ധികൾ നേടാം. അതാണ് 8 ഭാരം സ്വർണം. അഷ്ടസിദ്ധികൾ നമുക്ക് നേടാൻ സാധിക്കും. ഈ ശരീരത്തിനെ ഭഗവാൻ അർപ്പിക്കണം. ഭഗവാൻ തന്നതാണ്, ഭഗവാന് തന്നെ അത് അർപ്പിക്കണം. എപ്പോൾ നമ്മൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുവോ പല തരത്തിലുള്ള അപകടങ്ങൾ വരാം. അതാണ് രത്നം കാണിക്കുന്നത്. ഭഗവാൻ ചോദിച്ചു, എന്നിട്ടും കൊടുത്തില്ല. അത് നല്ല കാര്യത്തിന് വേണ്ടി, സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി ചെയ്യണം, അത് ചെയ്തില്ല, ദോഷമുണ്ടായി. അപ്പോൾ ഈ ശരീരം ഭഗവാൻ തന്നത്, ഇത് ഭഗവാൻ അർപ്പിക്കണം. ഭഗവാൻ തന്ന ശരീരം ഭഗവാൻ അർപ്പിക്കണം. അപ്പം നമ്മുടെ ജീവിതം ധന്യമായിത്തീരുന്നു. അങ്ങനെ അല്ലാതെ വന്നാൽ എന്ത് സംഭവിക്കുന്നു? അതാണ് ആദ്യം ഒരു ഭ്രമം വരും. പറഞ്ഞില്ലേ, ചിലർക്ക് ധനത്തിൻ്റെ ഭ്രമം, ചിലർക്ക് പ്രകാശത്തിൻ്റെ ഭ്രമം, ചിലർക്ക് ക്രീഡനം കളിക്കോപ്പിൻ്റെ ഭ്രമം. അങ്ങനെ പല തരത്തിലുള്ളതായ ഭ്രമങ്ങൾ വരും. ആ ഭ്രമത്തിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടാൻ എല്ലാം ഭഗവാനായിട്ട് അർപ്പിക്കൂ. ഭഗവാൻ ഗീതയിൽ പറയുന്ന ഒരൊറ്റ ശ്ലോകം, യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മതർപ്പണം. എന്തെന്ത് ചെയ്യണോ, എന്തെന്ത് ചെയ്യണോ ഭഗവാൻ അർപ്പിക്കും. അപ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. അല്ലാതെ വരുന്നപ്പോൾ അത് ഇത് പറ്റുന്നു. എപ്രകാരം രത്നം ജാംബവാൻ്റെ കയ്യിൽപ്പെട്ടുവോ അതുപോലെ. ജാംബവാൻ മനസ്സിൻ്റെ പ്രതീകമാണ്, ചപലമായ മനസ്സ്. അതുപോലെ നമ്മുടെ ഈ ശരീരം, ആത്മാവ് ചപലമായ മനസ്സിൻ്റെ കയ്യിൽപ്പെടും. ശരീരത്തിന് ഈശ്വരൻ അർപ്പിക്കാതിരുന്നാൽ അന്ധമായ മനസ്സാണ്, ആ മനസ്സിൻ്റെ കയ്യിൽപ്പെടും. അങ്ങനെ ആവരുത്. എപ്പോൾ മനസ്സിൻ്റെ കയ്യിൽ പെട്ടുവോ അതിന് ഇന്ദ്രിയങ്ങളാണ് തട്ടിക്കളിക്കുക. കുട്ടി കണ്ടില്ലേ, കുട്ടിയുടെ കയ്യിലാണ് രത്നം പോയത്. അതൊന്നും സംഭവിക്കാതിരിക്കാൻ ശരീരത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി ഇതിനെ ഭഗവാന് തന്നെ അർപ്പിക്കുക. ധ്യാനത്തിലൂടെ ആ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം എന്നൊക്കെ ഉള്ളതായ തത്വമുണ്ട്.